ഹലോ ഗായ്സ്, നിങ്ങൾ ഈ മുത്തബക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉള്ളതേ എനിക്കറിയില്ലായിരുന്നു, ഏട്ടൻ പറയുന്നത് വരെ. ഇതൊരു അറേബ്യൻ ഡിഷാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഈ അറേബ്യൻ ഡിഷ് കിട്ടുന്ന നല്ല സുന്ദരമായൊരു ചായക്കടയുണ്ട്. ഇത് നമ്മളെ പുത്തൂർ ഭാഗത്തുള്ള ഒരു ചായക്കടയാണ്. കുഞ്ഞു ചായക്കട ഒന്ന് പുറത്തുനിന്ന് കണ്ടാൽ തോന്നിയെങ്കിലും ഉള്ളിൽ വളരെ നല്ല വൃത്തിയുള്ള നല്ല സ്പേഷ്യസ് ആയ ഒരു ചായക്കടയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓർഡർ ചെയ്താൽ മാത്രമേ അവർ ഉണ്ടാക്കി തരുള്ളൂ, അല്ലാതെ ഉണ്ടാക്കി വെച്ച് സംഭവം കിട്ടൂല. അപ്പോൾ അപ്പോഴത്തേക്ക് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് അങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചില്ലു പറഞ്ഞിക്കൂട്ടിൽ സമൂസയായിട്ടും വെട്ട് കേക്കായിട്ടും പഴം ബജിയായിട്ടും അങ്ങനെ പഴംപൊരി എന്തൊക്കെയാ പറയുക, കുറേ ബജികൾ സമൂസ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കണമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളതിന് മുന്നേ ഒരു ഫ്രഷപ്പ് എന്നുള്ളതിൽ കുട്ടികൾക്ക് 2 ബൂസ്റ്റും ഞാൻ ഏട്ടനും ഓരോ ചായയും പിന്നെ സമൂസയും വെട്ട് കേക്ക് റവ കേക്ക് ഉണ്ടല്ലോ അതും വാങ്ങി ഞങ്ങളതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇത് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു അവർ. അപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കാൻ നല്ല കൂളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്കിപ്പം ഉള്ളിൽ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ പുറത്തവർക്ക് വെയിറ്റ് ചെയ്യാൻ അവർ പുറത്തും കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കാത്തിരുന്ന് മുത്തബക്ക് എത്തിയപ്പോൾ പിന്നെ ഫുൾ തിരക്കായി. അതുകൊണ്ട് ഞങ്ങൾ വേഗം കഴിച്ചു. ആ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കഴിച്ചിട്ട് ഞങ്ങളങ്ങ് വീട്ടിലേക്ക് പോവാണ്. ഈ ഒരു മുത്തബക്ക് ഓർഡർ ചെയ്താൽ തന്നെ 2 ആൾക്കാർക്ക് സുഖമായിട്ട് കഴിക്കട്ടെ, വലിയ ആൾക്കാർക്ക് മക്കൾക്കും കഴിക്കാം. എന്നിട്ട് തന്നെ നമ്മൾക്ക് സാധനം ബാക്കിയുണ്ടായിരുന്നു. ഏതായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ റെസിപ്പി ഒന്ന് താപ്പട്ടെ. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ മീനൊക്കെ വാങ്ങി ഞങ്ങളെ അമ്മയുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി അമ്മേനൊക്കെ ഒന്ന് കണ്ടിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.